ഹലോ ഇന്നൊരു പാട്ട് ഈറ്റിനിടെ ആയില്ല. അപ്പോൾ തിരുവാതിരയാണ്. തിരുവാതിര ദിവസത്തെ പാട്ട് ഈറ്റിനിടെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കൂലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവാതിര നോക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം പഴം എടുക്കുന്നുണ്ട്. പഴം നമ്മുടെ കൂവപ്പുള്ളിൽ ജസ്റ്റ് നോക്കിയതിന് ശേഷം ഇതാണ് ഞാൻ ആദ്യം കഴിക്കുന്നത്. അതിനുശേഷം ഇളനീർ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളനീർ വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തിരുവാതിര ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു തിരുവാതിര ദിവസത്തിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ രാവിലെ ഒരു 7:30 ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട്. സോറി ഗൈസ്, ഒരു ഗ്ലാസ് അല്ല, ഒരു കപ്പ് ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു പാത്രത്തിൽ ചായ കുടിച്ചാൽ അങ്ങോട്ട് തൃപ്തിയാവുള്ളൂ കേട്ടോ. എന്നാലും എനിക്ക് ചായ കുടിച്ചു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതേ ചായ കുടിക്കുകയാണ് കേട്ടോ. രാവിലെ 9:30 ആകുമ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം തിരുവാതിര കാരണം വീട്ടിൽ കൂവപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂവപ്പായസം പപ്പടമാണ് ഞാൻ രാവിലെ കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കൂവപ്പായസം. പിന്നെ നമുക്ക് തിരുവാതിരയുടെ അന്ന് പപ്പടം കൂട്ടാം കേട്ടോ. ബാക്കിയുള്ള ഏകാദശി ദിവസങ്ങളിലൊന്നും നമുക്ക് പപ്പടം കഴിച്ചുകൂടാ. പക്ഷേ തിരുവാതിരയുടെ അന്ന് നമുക്ക് പപ്പടം കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ പപ്പടും കൂവപ്പായസം കൂടിയിട്ടാണ് കഴിക്കുന്നത്. കൂവ പായസം കഴിച്ചപ്പോൾ എനിക്ക് വിശപ്പും മാറില്ല കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് പുഴുക്ക് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലമ്മ. അപ്പോൾ അതും കുറച്ച് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:30 ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും പുഴുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുഴുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ ഒപ്പം കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുഴുക്കും പപ്പടവും ആണ് എടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും പായസം കഴിക്കേണ്ടതെന്ന് വിചാരിച്ചു. കാരണം ഇനിയും പായസം കഴിച്ചാൽ എനിക്ക് ആകെ മത്ത് പിടിച്ച പോലെ കൂട്ടാം. അപ്പോൾ ഞാൻ അങ്ങനെ അതേ പുഴുക്ക് കഴിക്കുകയാണ്. അപ്പോൾ കിച്ചുവിന് വേണോ ചോദിക്കാൻ കേട്ടോ ഞാൻ. വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ ഞാൻ ഇവിടെ ചായ കുടിക്കാൻ കേട്ടോ. ചായക്ക് പിന്നെ പലഹാരം ഇല്ലാത്ത കാരണം എന്നാൽ പിന്നെ കുറച്ച് കൂവപ്പായസം കഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ഒരു പാത്രത്തിൽ കൂവപ്പായസം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി ഞാൻ അതേ പപ്പടം ഒന്നും പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. ഈ പപ്പടവും കൂവപ്പായസമൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അച്ഛൻ പലഹാരമൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതേ പായസം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ രാത്രിക്ക് നമുക്ക് കഞ്ഞിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഗോതമ്പ് കഞ്ഞിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു തിരുവാതിര ദിവസത്തിൽ ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.